കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം രാജ്യമനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമാണ്. കൊൽക്കത്ത പോലുള്ള ഒരു മഹാനഗരത്തിലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് തെളിയിച്ചതായിരുന്നു ആ നിഷ്ഠൂരമായ കൊലപാതകം. അതിന് പിന്നാലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സ്ത്രീ സുരക്ഷയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. എന്നിട്ട് ആ നാട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? തെക്കൻ കൊൽക്കത്തയിലെ ലോ കോളേജ് ഗാർഡ് റൂമിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം ഞെട്ടലുളവാക്കുന്നതാണ്. ബുധനാഴ്ച രാത്രി 7:30-നും 8:50-നും ഇടയിലായിരുന്നു സംഭവം. കേസിൽ കോളേജിലെ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രിയാണ് പെൺകുട്ടിയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്ബ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും മനോജിത് മിശ്ര, സെയ്ബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ തൃണമൂൽ ഛാത്ര പരിഷത്തിന്റെ സൗത്ത് കൊൽക്കത്ത ജില്ലാ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് മനോജിത്. മറ്റു 2 പേരും കോളേജിലെ വിദ്യാർത്ഥികൾ. മനോജിത് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നതായി പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. എന്നാൽ മറ്റൊരാളുമായി പ്രണയത്തിനായതിനാൽ അഭ്യർത്ഥന നിരസിച്ചു. ഇതേ തുടർന്ന് മാതാപിതാക്കളെ വ്യാജ കേസുകളിൽ കൊടുക്കുമെന്നും ആൺസുഹൃത്തിനെ ഉപദ്രവിക്കുമെന്നും മനോജിത് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. സംഭവ ദിവസം 3 പേരും ചേർന്ന് തടഞ്ഞു നിർത്തുകയും ഗാർഡ് റൂമിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. RG കാർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം നടന്ന് 10 മാസത്തിന് ശേഷമാണ് കൊൽക്കത്തയിൽ നിന്ന് അതിക്രൂരമായ മറ്റൊരു ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം രാഷ്ട്രീയ വിവാദമായി വളർന്നിട്ടുണ്ട്. News 18 കൊൽക്കത്ത. നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷ